Hello everyone, Men's Fashion 2024. പുതിയ കൊല്ലം വന്നിരിക്കുകയാണ്. എന്താണ് 2024 മെൻസ് ഫാഷൻ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്ട്. 1990 തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് മെൻ ഫാഷൻ 2024 എനിക്ക് എടുത്ത് പറയാനുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഒരു മേജർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഓൾഡ് മണി ഈസ്തെറ്റിക്സ് എന്ന ഒരു സ്റ്റൈലാണ്. ഓൾഡ് മണി ഈസ്തെറ്റിക്സ് എന്ന് പറഞ്ഞ സ്റ്റൈൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആകാത്ത ഒരു സ്റ്റൈലാണ്. ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം. ഓൾഡ് മണി എസ്തെറ്റിക്സിനെ കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓൾഡ് മണി എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആൻഡ് എലിഗന്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. ക്ലീൻ ലുക്ക് ആയിരിക്കും. അതായത് നമ്മൾ ഏത് ബ്രാൻഡാണ് ധരിച്ചിരിക്കുന്നത് ആൾക്കാർക്ക് പിടികൊടുക്കില്ല. എന്നാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ലാസിക് ലുക്ക് ഉണ്ടാവും. അതാണ് ഓൾഡ് മണി എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ലുക്ക്. അപ്പൊ അത് 2024 കൂടുതൽ നിങ്ങൾ കൊണ്ടുവരിക. ഓൾഡ് മണി എസ്തെറ്റിക്സിലെ കീ പീസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനൻ തന്നെയാണ്. ലീനൻ ആണ് കീ പീസ്. കൂടുതൽ അറിയാൻ എന്റെ പഴയ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. നമ്പർ 2 പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 2023 നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ലൂസ് ഓവർ സൈസ്ഡ് ഒരു കാലഘട്ടമാണ്. അതായത് ഭയങ്കര ഓവർ സൈസ്ഡ് ആയിട്ടുള്ള കുറെ ഡ്രസ്സിങ് പീസുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ബട്ട് 2024 ഗെയിം പതുക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഓവർ സൈസ്ഡ് എന്നുള്ളതിൽ നിന്ന് ഒരു റിലാക്സ്ഡ് ഫിറ്റിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സ്ഡ് ഫിറ്റിന്റെ ഒരു കാലഘട്ടമാണ്. ഒരു ടൈലേർഡ് ഫിറ്റിന്റെ കാലഘട്ടമാണ്. സോ നിങ്ങൾക്ക് റിലാക്സ്ഡ് ഫിറ്റിലോട്ട് പോകാന്നുള്ളതാണ് 2024ന്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. 2024 എനിക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ ക്രോഷേ ഷർട്ടുകളാണ്. 2023 ഇത് ഓൾറെഡി ഉണ്ട്. ക്രോഷേ ഷർട്ട്സ് ശരിക്കും പറയുക നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. ഈ പറഞ്ഞ മാതിരി ഓൾഡ് മണി ഈസ്തെറ്റിക്സിൽ വളരെയധികം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീസസ് ആണ്. കാരണം ഈ കളർ കോമ്പിനേഷൻ ഒരു ന്യൂട്രൽ കളേഴ്സിലോട്ട് നിങ്ങൾ പോവാന്നുള്ളതാണ് 2024 അപ്പൊ ക്രോഷേ ഷർട്ട്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയർ ചെയ്യാനായിട്ടാണെങ്കിലും അതായത് ലെയർ ചെയ്യാണ്ടും നമുക്ക് ഈ ഷർട്ട് ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ക്രോഷേ സ്റ്റിൽ ദ 2024 ക്രോഷേ നിങ്ങൾക്ക് ഇടാം. അടുത്തൊരു കീ പീസ് എന്ന് പറഞ്ഞാൽ ലിനൻ തന്നെയാണ്. ലിനൻ ട്രൗസേഴ്സ് ഭയങ്കര റിലാക്സ്ഡ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എന്ന് പറയാൻ നമുക്ക് എടുത്ത് പറ്റുന്ന ഒരു സംഭവമാണ് ലിനൻ. ലിനൻ ഷർട്ട്സ് ആൻഡ് ട്രൗസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ധരിക്കാവുന്നതും വളരെ കംഫർട്ട് തരുന്ന ഒരു സാധനമാണ്. സോ ലിനൻ 2024 ഉണ്ട് സ്റ്റിൽ ദർ. സോ യു ക്യാൻ ഹാവ് മോർ ലിനൻ ക്ലോത്ത്സ്. 2024 വേറൊരു ഇമ്പോർട്ടൻസ് കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ന്യൂട്രൽ കളറിലോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് ഒരു സ്റ്റൈൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു പോപ്പപ്പ് കളർ നിങ്ങളുടെ ഔട്ട്ഫിറ്റിൽ ആഡ് ചെയ്യുന്നുള്ളതാണ്. ഒരു പോപ്പപ്പ് കളറിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമുണ്ട്. അതായത് ഒരു ക്ലീൻ ന്യൂട്രൽ കളറിന് പോണേന്റെ കൂടെ ഒരു ചെറുതായിട്ടൊരു പോപ്പപ്പ് കളർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര മികച്ചതായിട്ട് നിൽക്കും. ഭയങ്കര സ്റ്റണ്ണിങ് ആയിരിക്കും. ആ ഒരു ഔട്ട്ഫിറ്റ് വേറെ ലെവലിലോട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സോ ട്രൈ ടു ആഡ് എ പോപ്പപ്പ് കളർ. ഓക്കെ, നമ്മൾ ന്യൂട്രൽ കളേഴ്സ് യൂസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചില ഒക്കേഷനുകളിൽ ഒരു പോപ്പപ്പ് കളർ നിങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് 2024 മറ്റൊരു 2024 1990s ഒരു ഫിറ്റിംഗ് കൊണ്ടുവരുന്നതിന്റെ കൂടെ തന്നെ ഒരു ഓൾഡ് മണി എസ്തെറ്റിക്സും കൂടി മിക്സ് ചെയ്യുക എന്നുള്ളതാണ് 2024 ഫാഷൻ ഗെയിം. സോ നിങ്ങൾ 2024 ഫാഷൻ ഗെയിമിൽ ഈ കാര്യങ്ങൾ ഉറപ്പിടിക്കുക. എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഒരു ഓൾഡ് മണി എസ്തെറ്റിക്സും ഒരു റിലാക്സ്ഡ് ഫിറ്റും ഉണ്ടാകുക. നിങ്ങൾ ഡ്രസ്സും മേടിക്കാൻ പോവുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മ വെക്കുക. അതുപോലെ ബ്രാൻഡ്സ്, ബിഗ് ബ്രാൻഡ്സിന്റെ ലോഗോസ് കാണിച്ച് ഡ്രസ് ചെയ്യുക എന്നുള്ള ഒരു രീതി നമുക്ക് ഓൾറെഡി ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. കാരണം നമ്മളെ കണ്ടാൽ പറയരുത് നമ്മളെങ്ങനത്തെ ഒരു ആളാണെന്നുള്ളത്. ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ലുക്കിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു പോകാം. അപ്പൊ 2024 ഈ പറഞ്ഞ ഫാഷൻ ഐറ്റംസ് യൂസ് ചെയ്യുക. നിങ്ങൾക്കൊരു പുതിയൊരു ഫാഷൻ ഗെയിം തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇനിയും പുതിയ ഫാഷനും സ്റ്റൈലും അടങ്ങുന്ന വീഡിയോ ഞാൻ വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽഡ്.